ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. മുഴുവൻ കാട് കയറി റോസുകളൊക്കെ കാട്ടിൽ മുങ്ങിയൊരവസ്ഥയിലാണ്. ചിലതിലൊക്കെ പൂക്കളൊക്കെ ഉണ്ട്. ഇത് ക്ലൈംബറാണ്. ഓക്കെ, നല്ലൊരു കളറാണ് ഇതിൻ്റെ. മുഴുവൻ ഞാൻ പനി പിടിച്ച് കിടപ്പായപ്പോഴത്തേക്ക് എല്ലാം കഥ കഴിഞ്ഞു. റോസൊക്കെ ഇത് പുല്ലിനകത്ത് മൂടിപ്പോയി. അപ്പം ഇനിയിപ്പോൾ സീസൺ ചേഞ്ച് ആവുകയാണ്. മഴ ഇനിയിപ്പോൾ അങ്ങോട്ട് അധികം ഉണ്ടാവത്തില്ല. അന്നേരം ഇതെല്ലാം വൃത്തിയാക്കി വളമൊക്കെ കൊടുക്കാനുള്ളവർക്ക് വളം കൊടുക്കണം. പ്രൂൺ ചെയ്യാനുള്ളവരെയൊക്കെ പ്രൂൺ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യേണ്ടുന്ന ഒരു സമയമാണ്. റോസിന് റീപോർട്ട് ചെയ്യാനുള്ളത് റീപോർട്ട് ചെയ്യണം. അതൊക്കെയാണ് ഈ സീസണിൽ ചെയ്യേണ്ടത്. നവംബർ ഇപ്പോൾ പകുതിയോളം ആയല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് മഴ വലുതായിട്ടുണ്ടാവത്തില്ല. മഞ്ഞാണ്. അത് ഒരു മാർച്ച് വരേക്കും നമുക്ക് നല്ല പൂക്കൾ കിട്ടുന്ന സീസണാണ് വരുന്നത്. പ്രധാനമായിട്ടുള്ള പൂ സീസൺ കേരളത്തിലത് വരുന്നത് നവംബർ ലാസ്റ്റ് തൊട്ട് ഒരു മാർച്ച് വരെയൊക്കെയാണ്. കാരണം ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് ചൂട് വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ ഇപ്പോഴാണ് ചെയ്യേണ്ടുന്നത്. ഇതെല്ലാം വെട്ടി ഒതുക്കണം. നമ്മളെക്കാളും മുമ്പേ ചെടിയൊക്കെ അറിയാം സീസൺ മാറുന്നത്. ഇലയൊക്കെ പൊഴിയുന്നുണ്ടോ? ഇലയൊക്കെ പൊഴിഞ്ഞ് പുതിയ ഇലകൾ വരാനുള്ള നോട് അതിൽ നിന്ന് ചുവപ്പ് കളറിലെ ലീഫൊക്കെ വന്നു തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ഇനിയിപ്പോൾ താമസിക്കാതെ ഞാൻ ഇതെല്ലാം ചെയ്യേണ്ടിയിരിക്കുന്നു. പുതിയ ഇലകൾ പൊട്ടി വരുന്നത് കണ്ടോ? ശരിക്കും നമ്മൾ പ്രൂൺ ചെയ്തിട്ടാണ് ഇത് വരേണ്ടിയിരുന്നത്. ഈ കൊടുങ്കാട്ടിനുള്ളിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഗോൾഡൻ ബണ്ണിയിൽ ഇന്നൊരു പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഗോൾഡൻ ബണ്ണി. ഇതിനെപ്പറ്റി ഞാൻ പിന്നീടൊരു വീഡിയോ ചെയ്യാം.